മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് മെൻഡലിയേഫ് അറിയപ്പെടുന്നു. മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയേഫ് ആണ്. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചതും മെൻഡലിയേഫ് ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മോസ്ലി മൂലകങ്ങൾക്ക് ക്രമനമ്പർ നൽകി അതിനെ അറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് മോസ്ലിയാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ആധുനിക പീരിയോഡിക് നിയമം.